കേരള സർവകലാശാലയിൽ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി വി.സി. മോഹനൻ കുന്നുമ്മൽ. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ ഇന്നത്തേക്ക് 2 മാസം പൂർത്തിയാകുന്നു. 60 ദിവസത്തിൽ ഒരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്നാണ് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട്. സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി.സിക്ക് കത്ത് നൽകി. ഭരണപരമായ കാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട ബോഡിയാണ് സിൻഡിക്കേറ്റ്. എന്നാൽ സിൻഡിക്കേറ്റിന്റെ ഈ അധികാരങ്ങൾ കൂടി കവരുന്ന നിലയിലാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ ഇടപെടലുകൾ. ഇതിന്റെ ഭാഗമായാണ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കാതെ തന്നിഷ്ടപ്രകാരം അനന്തമായി മുന്നോട്ടു പോകുന്നതെന്നാണ് ഇടത് അംഗങ്ങളുടെ വിമർശനം. 2026 മാർച്ച് 24-നാണ് അവസാനമായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം 60 ദിവസത്തിനുള്ളിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം നിർബന്ധമായും ചേരണമെന്നതാണ്. എന്നാൽ ഇന്നേക്ക് 60 ദിവസം പൂർത്തിയായെങ്കിലും ഈ കാലയളവിനുള്ളിൽ യോഗം വിളിച്ചു ചേർക്കാൻ വി.സി. തയ്യാറായിട്ടില്ല. 2 തവണ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചെങ്കിലും യാതൊരു കാരണവുമില്ലാതെ വി.സി. മാറ്റിവെക്കുകയായിരുന്നു. സർവകലാശാലകളെ സംഘപരിവാർവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ കുറ്റപ്പെടുത്തി. യൂണിവേഴ്സിറ്റിയുടെ സുപ്രധാനമായ തീരുമാനമെടുക്കേണ്ടുന്ന ബോഡിയായ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേൽ തയ്യാറാകുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായ പിടിവാശിയുടെ പ്രശ്നമോ ആയിട്ടല്ല, മറിച്ച് ഒരു സർവകലാശാലയെ തകർക്കാനുള്ള നീക്കത്തിന്റെ തുടർച്ചയിലാണ് സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകാത്തതിനെ ഞങ്ങൾ കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് വിഷയം ചൂണ്ടിക്കാട്ടി 13 ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട കത്ത് വി.സിക്ക് നൽകിയിരിക്കുന്നത്. സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ അഡ്മിഷൻ, ഗവേഷക വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ, അധ്യാപകരുടെ പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവതാളത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഉടനടി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നതാണ് കത്തിലെ ആവശ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.